അത് മാത്രമല്ല, ഓക്കെ, ശരിക്ക് ബാക്കിയുള്ളവർക്ക് ഇന്ന് മനസ്സിലായില്ലേന്ന് അറിയില്ലല്ലോ. ടൈം ടേബിൾ നോക്കിയിട്ടില്ലേന്ന് അറിയില്ല. ഓക്കെ, ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, നമ്മളിപ്പോ ഇടുന്ന നോട്ടില്ലേ, നോട്ട് ആ അത് ഫയലായിട്ട് വീഡിയോ ഫയലായിട്ട് ഇടണോ, അതേ ഇതുപോലെ ഓരോ ഫോട്ടോ ഫോട്ടോ ഇത് ഇടണോ? എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? ബുദ്ധിമുട്ടാവും ഇത്രയും ഫോട്ടോസ് ഒന്ന് നിറയുന്നതിന്? മറ്റേ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല അല്ലെ? അപ്പൊ ഇതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നിറഞ്ഞു നിൽക്കും, ബാക്കിയുള്ളവർ വായിക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പം. മറ്റേ ഫയൽ ഓപ്പൺ ചെയ്താലൊക്കെ ഇത് വായിക്കുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നിട്ട് വേണമെങ്കിൽ PDF ഫയലും കൂടെ ഇടാം. ഇതിനിപ്പോ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതേപോലെ 10-20 പോസ്റ്ററൊക്കെ കാണും. ഓക്കെ, ഇന്ന് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടല്ല, നമ്മുടെ പ്രാക്ടീസ് സെക്ഷനിൽ വരുന്ന ഗ്രൂപ്പിലാണ് ഇന്റഗ്രേറ്റഡ് വെൽനസ് എന്ന് പറയുന്ന നമ്മളുടെ ബോഡിയും അതുപോലെ തന്നെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രാക്ടീസുകൾ. ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, മോർണിംഗ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ TA സൈക്കോളജിയുമായി ബന്ധപ്പെട്ട്, ഹിപ്നോട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രാണി ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട്, റൈക്കിയായിട്ട് ബന്ധപ്പെട്ട്, ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ വരുന്ന ഏരിയകൾ ഈ ഗ്രൂപ്പിനകത്താണ്. അതായത് ഇന്റഗ്രേറ്റഡ് വെൽനസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് തിങ്കളാഴ്ച ദിവസങ്ങളാണ് വരുന്നത്. അപ്പൊ തിങ്കളാഴ്ച ദിവസം നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ദിവസവും ഈ ഒരു മാസം നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് നോട്ടുണ്ടാവും. പക്ഷെ അതിന് പുറമെ ഇന്റഗ്രേറ്റഡ് വെൽനസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് നമ്മളുടെ ഈ മെഡിറ്റേഷനുമായിട്ട് മൈൻഡുപരമായിട്ടും ഫിസിക്കലി ബോഡിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്ന ബുധനാഴ്ച വരുന്ന ഗ്രൂപ്പിലാണ് ബുധനാഴ്ച വ്യാഴാഴ്ച വരുന്ന ഗ്രൂപ്പിലാണ് നമ്മുടെ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പൊ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രൊഫഷണൽ പ്ലാൻ ചെയ്യുന്നതിന് നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ, പിന്നെ നമ്മളെ ബ്രെയിനിന്റെ അകത്തുള്ള നമ്മളെ മൈക്രോ ഇഷ്യൂ, നമ്മളെ ലൈഫിൽ നമ്മളെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുന്ന അതിനുവേണ്ടി ഈ നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി, നമ്മളെ മണി ബ്ലോക്കുകൾ മാറ്റുന്നതിന് വേണ്ടി, പൈസ കൂടുതൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്ലാനാണ്. അത് ഓരോരുത്തരും നമ്മുടെ ബ്രെയിനിലെ നമ്മളുടെ കഴിവനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്നത്. പ്രപഞ്ചവും നമ്മളും തമ്മിൽ കണക്ട് ചെയ്തൊരു ബാങ്ക് രൂപീകരിച്ചുകൊണ്ട് അതിനകത്ത് വരുന്നതാണ് അതിനകത്ത് നിരവധി സർവേകളാണ് വരുന്നത്. അതായത് നമ്മുടെ ഉള്ളിനുള്ളിലോ നമ്മൾ കുട്ടിക്കാലം മുതൽ ഇതുവരെ എത്തിയിട്ടുള്ള, നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള, നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്, ഇനിയും നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത്, നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്തത്, ഇങ്ങനെ നമ്മളിൽ കോർത്തെടുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് നമ്മളെ പാഷനുണ്ട്, നമ്മളെ പ്രൊഫഷണൽ സാധനമാണ്. അത് നമ്മള് സർവേയിലൂടെയാണ് എടുക്കുന്നത്. അപ്പൊ അതിന് നിരവധി സർവേ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും
ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആവേണ്ടതുണ്ട്. ചിലപ്പോൾ നമുക്ക് ഫേസ് കാണിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാരണം സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ₹1 ഇങ്ങോട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. കാരണം നമ്മള് ഒരു കസ്റ്റമർ മാത്രമാകുന്ന രീതി വരണം. സാധാരണ നമ്മളൊരു മൊബൈല് ഫേസ്ബുക്കിൽ കയറുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കയറുന്നു, യൂട്യൂബിൽ കയറുന്നു. ഇവിടെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു കസ്റ്റമർ, ഒരു ലുലു മാളാണെന്ന് പ്രതീക്ഷിക്കുക. ലുലു മാൾ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണെന്ന് വിചാരിക്കുക. ഹൈപ്പർ മാർക്കറ്റിനകത്തേക്ക് പോകുന്നു. അവിടെ പല കാര്യങ്ങൾ ഇങ്ങനെ വിൽക്കാനായിട്ട് നിരത്തി വെച്ചിരിക്കുന്നു. നമ്മൾ ഓരോന്നും ഇങ്ങനെ കണ്ടുപോകുന്നു, ചിലത് വാങ്ങുന്നു. ഇങ്ങനെ നിത്യ ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു സമയം നമ്മൾ വേസ്റ്റ് ആക്കും. അതിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ, മറ്റുള്ളവരുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടേതായ ഒരു ബ്രാൻഡ് സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആക്കണം. ഒരു ബ്രാൻഡ് സെറ്റ്. അത് ഈ ഗ്രൂപ്പിൽ മുമ്പോട്ട് പോകുന്ന എല്ലാവർക്കും അതിന്റെ റിസൾട്ട് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ബ്രാൻഡ് സെറ്റ് ചെയ്യുക. അതിനോടൊപ്പം നമ്മൾ ക്യാമറയിൽ നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ധൈര്യം, നമുക്കിങ്ങനെ നമ്മളെ കുറിച്ച്, അതായത് നമ്മൾ ആരോടും നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നമ്മളുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, ക്യാമറയിൽ നോക്കിക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഒന്ന് തെളിഞ്ഞു വരുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. സെയിൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് ഒരു ബിസിനസ് തന്നെയാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ഏത് ബിസിനസ് എന്ന് പറയുന്നത് സാമ്പത്തികപരമായ ബിസിനസ് ഉണ്ട്, സാമ്പത്തികേതര ബിസിനസ്. സാമ്പത്തികപരമായ ബിസിനസ്സും സാമ്പത്തികേതര ബിസിനസ്സും ഉണ്ട്. സാമ്പത്തിക ബിസിനസ് എന്ന് പറയുന്നത് ലാഭം നമുക്ക് സാമ്പത്തികപരമായി തിരിച്ചു കിട്ടുന്നതിനെയാണ് സാമ്പത്തികപരമായ ബിസിനസ് എന്ന് പറയുന്നത്. സാമ്പത്തികേതര ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു പ്രതീക്ഷിക്കുന്നത് പൈസ അല്ല, എന്താണ്, സംതൃപ്തിയാണ്, സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക്. ഉദാഹരണം, നമ്മൾ പൈസ ചെലവാക്കി നമ്മളൊരു ചെടി വാങ്ങി അത് എന്ത് ചെയ്യണം? നമ്മള് നട്ട് ഒരു സെക്കൻഡ്. ഓക്കെ. അതിൽ നിന്ന് അതിൽ നിന്നൊരു പൂവ് കാണുമ്പോൾ എന്താണ് കിട്ടുന്നത്? സന്തോഷം. അങ്ങനെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പൈസ ചെലവാക്കുന്ന അതൊരു ബിസിനസ്സാണ്. അത് സാമ്പത്തികേതര ബിസിനസ്. നമുക്ക് നമ്മളെ ബ്രാൻഡ് ചെയ്യാൻ പറ്റണം. നമ്മളൊരു ഫാഷൻ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റണം. കാരണം പൈസ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലാത്ത വലിയ എല്ലാ മേഖലകളിലും നമ്മളെ പിറകിലേക്ക് എത്തിക്കും. നമ്മളെ ഐഡിയാസ് പോലും ചുരുങ്ങിയതായിരിക്കും. നമ്മളെ തീരുമാനങ്ങൾ പോലും ചുരുങ്ങിയതായിരിക്കും. നമുക്ക് അതായത് ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു കാർ വാങ്ങണം എന്ന് ആഗ്രഹിച്ചാൽ നമ്മളൊരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നതും ഇവിടെ എന്താണ് വളരെയധികം സമ്പന്നരായിട്ടിരിക്കുന്ന അവര് ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നതും വെറുതെ വാങ്ങുന്നില്ല. ആഗ്രഹിക്കുന്നെങ്കിൽ പോലും അത് വളരെ വലിയ വ്യത്യാസമുണ്ട്, ഹ്യൂജ് വ്യത്യാസം. അത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാൻ പോലും നമ്മളെ കയ്യിലിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന പണത്തിന്റെ വാല്യൂ ആയിരിക്കും ആ പ്ലാനിൽ തിളങ്ങിയിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പൈസ വേണം. കാരണം അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട്. നമ്മളെല്ലാവരും ഐഡിയ ഉണ്ട്. അത് ആ നിഷ് നമ്മൾ എടുക്കും. അതെടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. 10 days വീഡിയോ ചലഞ്ച് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞ യൂണിവേഴ്സൽ ബാങ്കിനകത്താണ്. അപ്പൊ 10 days വീഡിയോ ചലഞ്ചിനകത്ത് 10 days വീഡിയോ ചലഞ്ചിന് എല്ലാവരും തയ്യാറെടുക്കണം. ഇച്ചിരി
ചെറിയ പാടുകൾ തോന്നുന്ന ഒരു കാര്യം. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം 3 ബ്രെയിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ചില കാര്യങ്ങളിലൊക്കെ ഭയപ്പെടുത്തിയൊക്കെ വെച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ ബാങ്കിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ മീറ്റിംഗ് നടക്കുന്നതെന്ന് പറയുന്നത് വേറെ ആരും എത്തുന്നില്ലല്ലോ. ഓക്കെ, ഇന്റഗ്രേറ്റഡ് വെൽനസ് എന്ന് പറയുന്ന നമ്മളെ മനസ്സുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ശരീരവും ബ്രെയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്കിപ്പോ 8 പേരാവുണ്ട്, 8 പേരുണ്ട്, 6 പേരുണ്ട്. ഹലോ ബിജു സാർ. അതെ സാറേ, ഇവിടുത്തെ കുഴപ്പമാണ്. എന്താ വെച്ചാൽ റേഞ്ചിന് വിഷയമുണ്ടോ? അവിടുത്തെ കുഴപ്പമൊന്നുമില്ല. നെറ്റിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. നെറ്റ് ക്ലിയർ ആവുന്നില്ല. അവിടുത്തെയാണോ അറിയത്തില്ല. ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവർക്കോ? ഓക്കെ, അവിടേക്ക് ഓക്കെയാണ്. അപ്പൊ അവിടെ ബാബു സാറിന്റെ അവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കുറച്ച് എന്താണ് ഒരു മെഡിറ്റേഷനും അല്ലെങ്കിൽ ഈ ഒരു തിങ്കളാഴ്ച ദിവസം വരുന്ന മീറ്റിംഗിലായിരിക്കും ഒരു ആത്മീയത എന്ന് തോന്നുന്ന, ആത്മീയത എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങളിലൂടെ ഒന്നുമല്ല, അവരവരെ മതവിശ്വാസ പ്രകാരം അവർക്കതിനെ സ്വീകരിക്കാം. പക്ഷെ അതിനെ ശാസ്ത്രീയപരമായി തന്നെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ചില സങ്കല്പങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന ഒരു ഇടം. കാരണം ഉപ്പും പഞ്ചസാരയുടെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമുക്കത് അനുഭവിക്കാനും അതുപോലൊരു ഏരിയയാണ് നമ്മുടെ ബ്രെയിനിന്റെ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഏരിയ. അതിന് ചില വളരെ സിമ്പിളായിട്ട് തോന്നും. ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നു. ഇത്തരം ചെറിയ ലോക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യണോ, അല്ലെങ്കിൽ അത് അങ്ങനെ മടിച്ചിരിക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക, ആ പ്രോസസ് ഒന്നും ഈ നിങ്ങളുടെ ഈ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഉണ്ടാവരുത്. അതിന്റെ റിസൾട്ട്, ആ ടേസ്റ്റ് നിങ്ങൾ അത് ഉപയോഗിച്ചാൽ അതൊരിക്കലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മുടെ ഈ മുന്നോട്ട് പോകുന്ന നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നമുക്ക് പ്രവർത്തനയ്ക്ക് കറക്റ്റ് ചെയ്ത് വെക്കാമെന്ന് നമ്മുടെ ബ്രെയിന് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ധാരണം ഉണ്ടാവണമെങ്കിൽ, അതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, പ്രപഞ്ചവുമായി കൂടുതൽ ഇണങ്ങണമെങ്കിൽ അത് ഈ ഗ്രൂപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഗ്രൂപ്പിൽ വരുന്ന പ്രവർത്തനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളെ ആദ്യം നമ്മുടെ ഈ കോഴ്സിൽ തന്നെ ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഓക്സിജനുമായി ബന്ധപ്പെട്ടാണ്, ശ്വസനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഓരോ ആഴ്ചയിലും ഇന്റഗ്രേറ്റഡ് മീറ്റിങ്ങുകൾ, ഗൂഗിൾ മീറ്റുകൾ വരുമ്പോൾ പുതിയ കൂടെ ആടിയത് പുതിയ കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാനിത് കഴിയുമ്പോൾ ഞാൻ ഗ്രൂപ്പിനകത്ത് വീഡിയോ ഇട്ടുതരും. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് രാവിലെ ഉണർന്ന് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാല് രാവിലെ കുളിക്കാൻ ശീലമുള്ളവർക്ക് കുളിക്കാം. ഇല്ലെങ്കിൽ മുഖമൊക്കെ ഒന്ന് ആയതിനു ശേഷം ഒന്ന് വാഷ് ചെയ്തതിനു ശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി പുറത്തേക്ക് ഔട്ട് ചെയ്ത് കളയുന്ന ഒരു പ്രോസസ്സാണ്. നെഗറ്റീവ് എനർജി പുറത്തേക്ക് ഔട്ട് ചെയ്ത് കളയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കാം. അത് ഞാനത് പറയാം. അത് നമ്മുടെ ക്ലോക്കിൽ കുറഞ്ഞത് ഒരു 5 മിനിറ്റ് പിടിച്ചു വെച്ചിട്ട് രാവിലെ എല്ലാ ദിവസവും നിങ്ങൾ നേരത്തെ പറയാനൊക്കെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, 5 മിനിറ്റ് പിടിച്ചു വെച്ചതിന് ശേഷം അത് ജസ്റ്റ് കിഴക്കോട്ട് നോക്കി ഇരിക്കുന്നത് നല്ലതാണ്.
കിഴക്കോട്ട് നോക്കാതെ വേറെ ഏതെങ്കിലും വശത്തോട്ട് നോക്കിയെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് വേറെ ആ, വേറെ ഒരു വിഷയമൊന്നുമില്ല. കിഴക്കോട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞത് സൂര്യൻ ഉദിച്ചു വരുന്നതുകൊണ്ട് തന്നെ അവിടുന്നുള്ള എനർജി ഇങ്ങോട്ട് പാസ് ചെയ്ത് വരുന്നത് കൊണ്ട് കിഴക്കോട്ട് നോക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇനി അത് തിരിഞ്ഞു പോയാലോ, അല്ലെങ്കിൽ 5 മിനിറ്റ് എന്നുള്ളത് 6 മിനിറ്റ് ആയാലോ, 5 മിനിറ്റ് എന്നുള്ളത് 4 മിനിറ്റ് ആയാലോ നമ്മളെ തലയിലൊന്നും വന്ന് വീഴുന്നില്ല. അങ്ങനെ പേടിച്ചുകൊണ്ടുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. അത് നമ്മുടെ ഈ കോഴ്സിന് ചേർന്നതുമല്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ പോയാൽ അതായിരുന്നു നമുക്ക് അന്നത്തെ സൗകര്യം, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ മാത്രം കാണുക. അനാവശ്യമായിട്ട് ഉത്കണ്ഠകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഉള്ളത് ചെയ്യുന്ന എന്തെങ്കിലും എനർജി, ഭയങ്കരമായിട്ടുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും നിസ്സാരമായ കാര്യത്തിനൊക്കെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും ടെൻഷൻ അടിച്ച് അനാവശ്യമായിട്ട് അവരെ എനർജി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നതിനുള്ള റിസൾട്ട് നമുക്ക് ഇതിനകത്ത് മാക്സിമം ഒരു 5 മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 5 മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ല, 1 മിനിറ്റ് ഒരു പക്ഷെ കുറഞ്ഞാലും കുഴപ്പമില്ല. ഇത് 5 മിനിറ്റ് ചെയ്യാൻ തോന്നും. അപ്പൊ അലാറം 5 മിനിറ്റ് പിടിച്ചു വയ്ക്കുക. വേറെ ഒന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട നമ്മൾ എണീറ്റ് നിന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തുക. ഇങ്ങനെ ഉയർത്തിയിട്ട് ഹൂ എന്നുള്ള ശബ്ദം, ഹ ഹ എന്നുള്ള ഹൂ എന്നുള്ള ശബ്ദമാണ്. അതായത് അതിന്റെ വീട് ഞാൻ ഇട്ടേക്കാം, കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടേക്കാം. പറഞ്ഞിട്ട് വീടിടാന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അത് നമ്മൾ കൈ വെക്കുക. കൈ പൊക്കുന്നതിനോടൊപ്പം നമ്മളെ കാലിന്റെ കാൽപാദം ഉപ്പൂറ്റി മേലോട്ട് പൊക്കി കൈ പൊക്കുമ്പോ ഉപ്പൂറ്റി മേലോട്ട് പൊക്കുക. കാൽപാദത്തിന് ചവിട്ടി നിൽക്കുക. എന്നിട്ട് തിരിച്ച് ഇതേ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കൈ വീശി ഇങ്ങനെ വീശുക. ഇതേ ഉള്ളൂ. വീശുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഉയർത്തി വരുമ്പോ ഹൂ 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 ഇതാണ് പ്രോസസ്. നമ്മൾ അകത്തേക്ക് ശ്വാസം എടുക്കുന്നതിനെ കുറിച്ച് അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിനനുസരിച്ച് അകത്തേക്ക് ശ്വാസം എന്ത് ചെയ്യും? എടുത്തോളൂ. പക്ഷെ നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ട് അതായത് രാവിലെ നമ്മുടെ രാത്രി ഫുള്ള് ഉറങ്ങി നമ്മുടെ അകത്തുള്ള നമ്മളിലുള്ള വേസ്റ്റുകൾ, നമ്മുടെ കോശങ്ങളിലുള്ള കോശ വിസർജന വേസ്റ്റുകളൊക്കെ തന്നെ നമുക്ക് പുറത്തു വിടേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ബോഡി വിയർക്കുകയും കൂടെ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് അത് പുറത്തു പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രോസസ്സാണ്. കൈ ഉയർത്തുക, ഈ രണ്ട് ഹൂ ചേർത്ത് പറയുമ്പോഴാണ് അപ്പൊ ആ സമയത്ത് കാല് ഉപ്പൂറ്റി എന്ത് ചെയ്യാ? പൊങ്ങുക. കൈ പൊക്കുമ്പോ ഉപ്പൂറ്റി പൊക്കണം. ഞാൻ പറയുന്ന കണക്ട് ചെയ്യുന്നുണ്ട്. ആർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇത് നിങ്ങൾ ചെയ്ത 3ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരുപാട് നാളുകൾക്കുള്ള കാര്യങ്ങളുണ്ട്. 3ാമത്തെ ദിവസം മുതലേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഇത് 5 മിനിറ്റ് ചെയ്യണം. ഓക്കെ. 5 മിനിറ്റ് ചെയ്യാം. ഇത് ഒരു പക്ഷേ ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് അലാറം വെച്ചാൽ ആദ്യം കുറച്ചേരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സമയമായില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. 5 മിനിറ്റ് ഒരു 50 മിനിറ്റ് ഫീലൊക്കെ ചിലപ്പോൾ തോന്നി വരാം. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത് ചേർത്തിട്ടിരിക്കുക. നമ്മുടെ സെക്കൻഡ് ഹാർട്ടായിട്ട് വരുന്ന നമ്മുടെ കാലിന്റെ മുട്ടിന് താഴെയുള്ള മസിലൊക്കെ നല്ല പിടിക്കും തുടക്കത്തിൽ. നമ്മളിങ്ങനെ ഉപ്പൂറ്റി ഇങ്ങനെ പൊക്കി അടിക്കുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഒരു ചെറിയൊരു ഇച്ചിരി റെസ്റ്റ് വേണമെന്നുള്ളതാണെങ്കിൽ ആ ചെയർ എടുത്തിട്ടേക്കാം. ആ ചെയറിൽ ഇരിക്കാം. പക്ഷെ 10 സെക്കൻഡ് കൂടരുത്. പക്ഷെ ഇരിക്കുമ്പോഴും ഹൂ എന്നുള്ളത് പറഞ്ഞിരിക്കണം. ഇതൊരു നിർബന്ധമാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇത് നമ്മളുടെ മനസ്സിനെ മെരുക്കലും കൂടിയാണ്. നമ്മളെ മനസ്സിനെ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ്. കണക്ട് ആയെന്ന് വിചാരിക്കുന്നു. ജിജി സാറെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേക്കോ. എന്തെങ്കിലും പറയാനുണ്ടോ? കണക്ട് ആയല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ. ഇതാണ്
ജിതി സാർ എന്തോ പറഞ്ഞു, മൈക്ക് അൺമ്യൂട്ട് ആണ്, അറിയത്തില്ല, കേൾക്കത്തില്ല. അല്ല, മ്യൂട്ട് ആണ്, അൺമ്യൂട്ട് ചെയ്യും. പറയും. നമസ്കാരം സാർ. പറയും. ഇത് സുഭാഷ് സാറിന്റെ കഴിഞ്ഞ ബാച്ചിൽ ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. ഇപ്പൊ ഈ രണ്ടാമത് തുടങ്ങിയ ഈ ബാച്ചിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ നിൽക്കാൻ കുറച്ച് തിരക്കായതുകൊണ്ട് പറ്റിയില്ല. സുഭാഷ് സാർ ഈ പറയുന്ന എക്സർസൈസ് ആണ് എനിക്ക് ഏറ്റവും, ഒരുപാട് എക്സർസൈസുകൾ സുഭാഷ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ പറയുന്ന ഒരു എക്സർസൈസ് ആണ്. രാവിലെ നമ്മൾ ഉണർന്നതിന് ശേഷം ആണിത് ചെയ്യേണ്ടത്. 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ്. ഈ ഹൂ ഹൂ എന്നുള്ളൊരു 2 ശബ്ദവും നമ്മൾ പുറപ്പെടുവിക്കുന്നതിനൊപ്പം 2 കൈയും സാറ് പറഞ്ഞതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മാറ്റം വെച്ചാൽ അത് നമ്മൾ അനുഭവിച്ച് തന്നെ അത് അറിയും. അതായത് ശരിക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തടയുന്നത് ശരിക്കും നമ്മളിലുള്ള നെഗറ്റീവുകളാണ്. ഇപ്പൊ എന്താ ഇന്ന് പോയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന് കഴിച്ച ഭക്ഷണം ശരിയായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്സിൽ ചിന്തകൾ ഇങ്ങനെ ആവശ്യം പോലെ വരുമല്ലോ, പല പല ചിന്തകൾ. ഇതിൽ നിന്നൊക്കെ ചില പോയിന്റുകൾ നമ്മളെ ബ്രെയിനിൽ ഇങ്ങനെ അത് സുഭാഷ് സാർ അതിന് വരുന്ന ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് പറയും. ന്യൂറോൺസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സുഭാഷ് സാർ പറയും. അപ്പൊ അതുമായിട്ടൊക്കെ കുറെ കണക്ഷൻ, കുറെ അനുബന്ധമായി വരുന്ന കുറെ വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ആണ് സുഭാഷ് സാറിന്റെ ഇനിയുള്ള ക്ലാസ്സുകൾ വരാൻ പോകുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രെയിനിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്നും, ശരീരമായാലും മനസ്സായാലും ആവശ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ പുറന്തള്ളയാണ്. കാലിന്റെ ചലനം സുഭാഷ് സാർ പറഞ്ഞിരുന്നു. ഈ ശബ്ദം ഉണ്ടാക്കുന്നതിനൊപ്പം കൈയുടെ ചലനം, ഉപ്പൂറ്റി നമ്മൾ കൈ പൊക്കുന്നതിനനുസരിച്ച് ഉപ്പൂറ്റിയും പൊങ്ങണം, പിന്നെ കൈ താക്കുമ്പോൾ ഉപ്പൂറ്റി താരും. അപ്പൊ ഈ സമയത്ത് തല മുതൽ കാല് വരെ നമ്മുടെ ശരീരത്തിലായാലും മനസ്സിന്റെ ആയിരുന്നാലും മാലിന്യങ്ങളെല്ലാം പുറന്തള്ളപ്പെടുകയും, മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുമ്പോൾ അവിടെ ഒരു സ്പേസ് രൂപപ്പെടും. ആ സ്പേസിലാണ് നമ്മുടെ എനർജി, പ്രപഞ്ചത്തിൽ നിന്നും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിന് എന്ത് എനർജിയാണോ നമുക്ക് ആവശ്യമുള്ളത്. ഞാനൊരു വാക്കുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സുഭാഷ് സാറിന്റെ നേരിട്ടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയദാർഢ്യം. നമ്മളെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേർഡ് ഇതാണ്. മറ്റു പല കാര്യങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ ഞാൻ അത് ചെയ്ത് നോക്കിയിട്ടുണ്ട്, താരതമ്യം ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഈ എക്സർസൈസുമായിട്ട് ഏറ്റവും യോജിക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യം എന്നൊരു വേർഡാണ്. നിശ്ചയദാർഢ്യത്തിന് എത്രത്തോളം ഒരു വിജയത്തിലായാലും വ്യക്തിത്വ വികസനത്തിലായാലും അതിൽ പങ്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പം ഒരുപാട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് വ്യക്തിത്വ വികസന ക്ലാസ്സുകളിലും കുറെ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം അവര് പറയുന്നതെന്ന് വെച്ചാൽ വിജയത്തിന് വേണ്ടി അവര് പറയുന്നതിന്റെ എല്ലാത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം എടുക്കുകയാണെങ്കിൽ, വിജയത്തിന് കഠിനാധ്വാനം വേണം, അർപ്പണബോധം വേണം, ആത്മവിശ്വാസം വേണം, ഏകാഗ്രത വേണം, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ, ആത്മധൈര്യം വേണം. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവാം? ഇതെല്ലാം വേണം, ഓക്കെ, ശരിയാണ്. അപ്പൊ ഇതിനൊക്കെ വിശദീകരിച്ചങ്ങ് പറയുന്നു. പക്ഷെ ഇതിൽ ഒരു സാധനം വേണം, നിശ്ചയദാർഢ്യം ഒരു സാധനം വേണം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില് ഗോൾ പോസ്റ്റ് ലക്ഷ്യമിട്ട് നിൽക്കുന്ന ഒരു ബാളിനെ നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ, ശരിക്കും നമ്മളെല്ലാവരും ഈ ബോളാണ്. ഗോൾ പോസ്റ്റ് അവിടെ ഉണ്ട്. പക്ഷെ ഒരു തട്ട് വേണ്ട, എന്തായാലും നമ്മൾ അവിടം വരെ എത്തണ്ടേ, ഗോൾ പോസ്റ്റിന്റെ അകത്ത് കയറണ്ടേ. തട്ടുന്ന വെളിയിലായാലും പോയി, ഗോൾ പോസ്റ്റിന്റെ അകത്ത് നമ്മൾ എത്തണം. നമ്മളൊരു ബാളാണെങ്കിൽ നമ്മൾ എത്തണം. അപ്പൊ നമുക്ക് തന്നെ നമ്മളെ സ്വയം തട്ടാനുള്ള ഒരു ഉപാധി, നല്ലൊരു ഉപാധിയാണ് ഈ എക്സർസൈസ് എന്നാണ് ഞാൻ എന്റെ അനുഭവം കൊണ്ട്. നിശ്ചയദാർഢ്യം എന്നൊരു സാധനം കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ ഞാനും പറയാൻ വന്നതാണ്. ജിതി സാർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ
നമുക്ക് ഉറച്ചു നിൽക്കാൻ ഈ എക്സസൈസ് നമുക്ക് ഗുണം ചെയ്യും. ഇതൊരു എനർജി ഔട്ട് ചെയ്യുക, നെഗറ്റീവ് എനർജി ഔട്ട് ചെയ്യുന്നൊരു പ്രാക്ടീസാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഇപ്പൊ നാളെ മുതൽ തന്നെ ഇതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിരുന്നു. അപ്പൊ ആ 5 മിനിറ്റ് നമ്മൾ ക്ലോക്ക് അലാറം വിളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അലാറം വിളിച്ചു വെച്ച് ആ സമയം അലാറം കേൾക്കുമ്പോ ഒരു മിനിറ്റ് ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഫ്രീ ആയിട്ട് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫ്രീ ആയിട്ട് അങ്ങ് നിൽക്കുക. എന്നിട്ട് നമ്മളെ ബോഡിയില് ശ്രദ്ധിക്കുക. ചിലപ്പോ നമ്മളെ ബോഡി വിയർത്തിട്ടുണ്ടാവാം, എങ്കിൽ ആ വിയർത്തതിന്റെ കാറ്റ് വന്നടിക്കുന്നതിന്റെ അത്രയും നേരം നമ്മൾ ഇത് ചെയ്തപ്പോൾ നമുക്കുണ്ടായ കിതപ്പിൽ നിന്ന് റിലീസ് ആവുന്ന അവസ്ഥ. ഇങ്ങനെ ഈ 1 മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടൊരു മെഡിറ്റേഷൻ ആണെന്ന് പറയാം. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന ആൾക്കാർക്ക് മെഡിറ്റേഷൻ ചെയ്താൽ കിട്ടുന്ന സാധനമല്ല. ഇത് ഈ 5 മിനിറ്റ് ചെയ്തിട്ട് 1 മിനിറ്റ് കൃത്യമായിട്ടൊരു മെഡിറ്റേഷൻ അവിടെ കിട്ടും. ആ 1 മിനിറ്റ് കൃത്യമായിട്ട് നിരീക്ഷിക്കുക നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇതെല്ലാം അവിടെ എന്തൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ആ 1 മിനിറ്റ് റിലാക്സ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത് പറയുന്നത് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. ആ 1 മിനിറ്റ് നിന്നതിന് ശേഷം ദീർഘമായിട്ട് എന്ത് ചെയ്യാം? ശ്വാസം എടുക്കുക. ഓക്കെയാണ്, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ദീർഘമായിട്ട് ഞാനത് നോട്ട് തരുന്നുണ്ട്. ദീർഘമായിട്ട് എന്ത് ചെയ്യാം? ശ്വാസം എടുക്കുക. തിരിച്ച് ഒരു അല്പനേരം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തിരിച്ചതേപോലെ പുറത്തേക്ക് വിടുക. അത് നമ്മളത് നാക്കുകൊണ്ട് തന്നെ വിടുക. നമ്മൾ ശ്വാസം എടുക്കുന്നത് നമ്മളെ മൂക്കുകൊണ്ടാണെങ്കിലും തിരിച്ച് വിടുന്നത് വായിലൂടെ നാക്ക് വെച്ച് ചേർത്ത് വിടുകയാണെങ്കിൽ ഒരുപാട് നേരം നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് പുറത്തു. അപ്പൊ അടുത്തതും അതായത് ഇപ്പൊ ഞാൻ വളരെ കുറച്ചാണ് എടുത്തത്. പക്ഷെ നമ്മള് നാക്ക് ഇങ്ങനെ നാക്ക് വെച്ചിട്ട് തിരിച്ച് മൂക്കൊണ്ടിടുക. തിരിച്ച് നമ്മള് തിരിച്ചല പെട്ടെന്ന് അങ്ങനെ വിടരുത്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒന്ന് മൈക്കൊക്കെ ഒന്ന് ഓണാക്കി പറയൂ. ഒന്ന് നിങ്ങളുടെ ആക്റ്റീവ് ആണെങ്കിൽ കാര്യങ്ങൾ. ഓക്കെ, നാക്കുകൊണ്ട് ശ്വാസം വിടണമെങ്കിൽ നമ്മൾ നാക്ക് ഇവിടെ ചേർത്തിട്ട് ചില ആൾക്കാരെ പിടിക്കില്ല എന്ന് വിളിക്കുന്ന പോലെ പാമ്പ് ചീറ്റൂലേ, അതേപോലെ ആ ശബ്ദത്തോട് ഉൾപ്പെടുത്തുള്ളൂ. അപ്പൊ ഒരുപാട് നമ്മുടെ ഉള്ളിലുള്ള ആ എഴുത്തിനേക്കാൾ കൂടുതൽ ഒന്ന് പിടിച്ചു നോക്കിയാൽ എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ദിവസം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മെഡിറ്റേഷൻ ഉള്ളതാണ്. അത് എത്ര പതിയെ വിടാൻ പറ്റുമോ അത്രയും പതിയെ വിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കൊടുക്കും. അപ്പൊ അതനുസരിച്ച് ഓക്സിജൻ നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റും. ഇത് 21 തവണ നമ്മൾ ചെയ്യണം. 24 ഒരു പക്ഷേ രാവിലെ ഭയങ്കര തിരക്കുള്ള ആളാണെങ്കിൽ പോലും ആ യാത്രയിലോ ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യണമെന്നില്ല, യാത്രയിലോ അങ്ങനെ നമ്മളെ സമയം കണ്ടെത്തി രാവിലെ അത് ചെയ്തിരിക്കണം. അത് 2 കാര്യമാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് പറയും. അതായത് നമ്മൾ പലപ്പോഴും ഇതിനകത്ത് പല തവണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് 5 ദിവസം ആഹാരമില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കും. പക്ഷെ
5 മിനിറ്റ് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ, ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ വളരെ പാടുള്ള കാര്യം, ജീവിച്ചിരിക്കില്ല. അപ്പൊ 5 ദിവസം ഭക്ഷണം ഇല്ലെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കും. എന്നാൽ നമ്മളെല്ലാവരും ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കഴിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇന്നോ നാളെയോ കഴിച്ചില്ലെങ്കിലും നമുക്ക് എന്തില്ല, ജീവിച്ചിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ 5 മിനിറ്റ് ഓക്സിജൻ എടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മരിച്ചു പോകും. എന്നാലൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബോധപൂർവ്വം നമ്മൾ ഉച്ചയേറെ പോലും നമ്മൾ ഓക്സിജൻ എടുക്കുന്നില്ല. അതിന്റെ കാരണം പുറത്തുനിന്നാണ് ഓക്സിജൻ എടുക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിലൊരു ആളുണ്ടല്ലോ, ആ പുള്ളി അങ്ങ് ചെയ്തോളൂ. നമുക്ക് നമ്മളെ കാര്യം നോക്കി അങ്ങ് നടക്കാം. ഒരു മനുഷ്യൻ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ശരാശരി ഒരു 23,000 തവണയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ ഒരു ദിവസം 23,000 തവണ ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ആരാണ്? നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ മൈൻഡിലോട്ടെത്തും, നമ്മളെ ക്ലാസ്സിൽ മൈൻഡിലോട്ടെത്തും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും മനസ്സിലാവും, നമ്മൾ ബോധ മനസ്സല്ല, ഉപബോധ മനസ്സ് എന്ത് ചെയ്യണം? ഈ 23,000 തവണ ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ശ്വാസം അകത്തേക്ക് എടുക്കുന്നതിനും പുറത്തേക്ക് വിടുന്നതിനും പരിധികളുണ്ട്. കാരണം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് ചെയ്യുന്നത്. ഓക്സിജൻ നമ്മുടെ ബ്രെയിനിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് എത്തിച്ചു കൊടുക്കുകയും സബ് കോൺഷ്യസ് മൈൻഡിനെ പുറത്ത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡാണ് നമുക്ക് ഐഡിയാസും കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് വേണ്ടി, അതായത് ഞാനിപ്പോ ഈ ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അടുത്ത 4 ഗ്രൂപ്പുണ്ട്. 4 ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഗ്രൂപ്പില് നമുക്ക് ഇന്റഗ്രേഷൻ വെൽനസ് വയ്ക്കാം, രണ്ടാമത്തേല് യൂണിവേഴ്സൽ ബാങ്ക് വയ്ക്കാം, മൂന്നാമത്തേല് നമുക്ക് ക്ലാസ് വയ്ക്കാം, നാലാമത്തേല് ഡിസ്കസ് ഗ്രൂപ്പ് വയ്ക്കാം. ഇങ്ങനെ പ്ലാനുകൾ വരുമ്പോൾ നമുക്ക് സമയോചിതമായിട്ടുള്ള പ്ലാനുകൾ തരണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബ്രെയിനിന്റെ എനർജിയും വേണം. അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണം. അതായത് നമ്മളുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിൽ പരസ്പരം ചുംബിക്കുന്ന ഒരവസ്ഥയിലേക്ക്, പരസ്പരം ഇണങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിജയിക്കുമെന്ന് നമ്മളെ തലച്ചോറ് സമ്മതിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം നമുക്ക് ഇങ്ങനെ ആയാലും, ഇങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ഒരു പുതിയൊരു പ്ലാൻ ചെയ്താലോ, നാളെ മുതൽ ഇന്ത്യയിലൊക്കെ ഒരു പരിപാടി തുടങ്ങിയാലോ എന്നൊക്കെ നമ്മളുടെ ബോധം തീരുമാനിക്കുമ്പോഴും ഉപബോധം എന്ത് ചെയ്യും? നമുക്കൊപ്പം നിൽക്കില്ല. അതിന്റെ കാരണം ഉപബോധ മനസ്സ് കടന്ന് പണി ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഹെൽപ്പ് ഒന്നും ചെയ്യില്ല. നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും ചെയ്യുന്നില്ല. അപ്പോ കൃത്യമായിട്ട് 21 തവണ ദീർഘശ്വാസം, അത് നിങ്ങൾ ഈ ക്ലാസ് കേട്ടാലും കേട്ടില്ലെങ്കിലും നമ്മൾ ബാധ്യസ്ഥരാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മളെ എനർജി വർക്കുന്ന സ്ഥലങ്ങളിലേക്കും ബ്രെയിനിലേക്കും പോകേണ്ടത് ആവശ്യമാണ്. അതായത് ഓട്ടോമാറ്റിക്കലി നിത്യവും ചെയ്യുന്ന ജോലി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് വേണ്ട? വലിയ ക്രിയേറ്റിവിറ്റി വേണ്ട. ഒരു പണി പണ്ട് സമയത്ത് ക്രിയേറ്റീവായിട്ട് നമ്മൾ പണി വിളിച്ചു. ആ പണി എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നിത്യ ജീവിതത്തിന് വേണ്ടി നമ്മൾ പോകുന്നു, ആ പണി ചെയ്യുന്നു, വീട്ടിൽ വരുന്നു, ആഹാരം കഴിക്കുന്നു, കിടക്കുന്നു, പൈസ വീട്ടിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്നു. ഇത്തരം നിത്യമായിട്ട് പരിചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് എന്തുകൊണ്ടാ? ഒരു തലച്ചോറും ക്രിയേറ്റിവിറ്റിയും വേണ്ട. പക്ഷേ പുതിയ പ്ലാനുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നതിനാണ്. ഇനി നമ്മൾ മുന്നോട്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്, പുതിയ വഴികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കോഴ്സ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഞാൻ ശരിയല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഓക്കെ അതാണ്. ഓക്കെ
കേട്ടോ. അപ്പൊ അത് എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറഞ്ഞത് ഞാനത് പറയുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. 1, 2, 3 ബോഡി നമ്മൾ അറ്റൻഷൻ നിൽക്കും പറയുമ്പോഴേ ശരിയൊക്കെ എന്നൊക്കെ പറയുമ്പോ ശരിയല്ലെങ്കിലും ഇടണ്ട. നിങ്ങളുടെ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യത്തിനോട് യോജിപ്പില്ലെങ്കിൽ ഈ ലൈക്ക് വരണ്ട. അപ്പൊ ഞാൻ അതിനെ ചേഞ്ച് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മെത്തേഡിൽ ഞാൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോഴേ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവും. ഓക്കെയാണ്. അപ്പൊ നമ്മളുടെ ബ്രെയിനില് നമ്മൾ മുന്നോട്ടെടുക്കുന്ന തീരുമാനങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിനുണ്ട്. തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനം വിജയിപ്പിക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എനർജി ആവശ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ബ്രെയിൻ നിൽക്കില്ല. ഏത് കാര്യം സബ് കോൺഷ്യസ് മൈൻഡ് അത് അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവന്റെ കാര്യം നോക്കിയാണ്, അവന്റെ ഇഷ്ടം നോക്കിയാന്ന് പറഞ്ഞു. അവൻ മൈൻഡ് ചെയ്തില്ല. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവനെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. അടുത്ത ക്ലാസ് പറയുന്നത് ബോധ മനസ്സും ഉപബോധ മനസ്സും. നമ്മളെ ഇവിടെ നിൽക്കുന്ന ഇപ്പോ നമ്മൾ പരസ്പരം ഇരുന്ന് അങ്ങോട്ടും ഞാൻ സംസാരിക്കുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത് ബോധ മനസ്സാണ്. പക്ഷെ നമ്മൾ ഇന്നലെ ഇവിടെ പഠിച്ച കാര്യങ്ങളും അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ ഓർമ്മിച്ച് മെമ്മറിയിൽ വെച്ചിരിക്കുന്ന നമ്മളെ കണ്ണ് ഏകദേശം 30,000 തവണ കണ്ണ് ചിമ്മുന്ന, നമ്മളെ ഹാർട്ടിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം ബ്ലഡുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ കഴിച്ചിരിക്കുന്ന ആഹാരങ്ങളെ ദഹിപ്പിക്കുന്ന, ഇതിനൊക്കെ എനർജി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ കൃത്യമായി ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ചെറിയ ജോലിക്കാരനല്ല. നമ്മളുടെ ബോധ മനസ്സിന് നമ്മുടെ ബോധ മനസ്സിന് നമുക്ക് നാളെ ഇനി എന്ത് ചെയ്യണം, മറ്റൊന്ന് എന്താണ് ജോലി, അല്ലെങ്കിൽ നമ്മളുടെ മുഖ്യമായ കാര്യങ്ങൾ തിരക്കുമ്പോൾ ഉപബോധ മനസ്സ് വളരെ ആഴത്തിലുള്ള പണിയാണ് ചെയ്യുന്നത്. അപ്പൊ അതേമായി നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ പരസ്പരം ഒന്ന് ഇണങ്ങാൻ എടുക്കുന്ന സമയമാണ് ഈ 21 തവണ ഒന്ന് ശ്വാസം എടുക്കാൻ. അതിന്റെ കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഏത് മെഡിറ്റേഷൻ നോക്കിയാലും ശ്വസനവുമായി ബന്ധപ്പെട്ട് കണക്ട് ആയിരിക്കും. ഇപ്പോ ആർക്കെങ്കിലും ബോറാവേ അല്ലെങ്കിൽ ഇരിക്കുമ്പോ ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യേണ്ടത് നടുന്നൂന്നിരിക്കാൻ ശ്രമിക്കുന്നതല്ല. നമ്മൾ നടുന്നൂന്നിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് എനർജിക്കലാവും. രണ്ടാമത് 2-3 ദീർഘ ശ്വാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് വരും. കാരണം എനിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ക്ലാസ് ആയിട്ട് മാത്രം എടുത്തുകൊണ്ട് പോകണം. തുടക്കമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. നമുക്ക് കുറച്ചുകൂടെ രസകരമായ രീതിയിലേക്ക് മാറി വരാം. ഇപ്പൊ നേരത്തെ വന്നതിൽ തന്നെ രണ്ടുപേരിപ്പോ പോയി. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതൊരു മെഡിറ്റേഷനിലും ശ്വസനത്തെ ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിച്ച് 1 മിനിറ്റ് നോക്കിയേ നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ ബ്രെയിനിലുണ്ടാവുന്ന വ്യത്യാസം മനസ്സിലാവും. കാരണം ശ്വാസം റിലാക്സ് ചെയ്ത് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം ചൂടുള്ളതാവട്ടെ തണുപ്പുള്ളതാവട്ടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അത് നമ്മള് കണ്ണടച്ചുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ഡീപ്പായിട്ട് നമുക്ക് ആ സെക്കൻഡ് റിലാക്സേഷനിലേക്ക് നമ്മൾ മാറും. ദീർഘമായിട്ടുള്ളതാവട്ടെ വളരെ ചെറിയ രീതിയിലുള്ളതായിക്കോട്ടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം എങ്ങനെ നടക്കുന്നു എന്ന് മാത്രം 1 മിനിറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നമ്മൾ കണക്ട്. അല്ല ഇതിന് വേറെ വലിയ സിദ്ധികളിലുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ സത്യസന്ധമായി നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ചങ്ങാത്തം കൂടാൻ തയ്യാറായാൽ. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ഓരോ കോഴ്സും നിങ്ങളെ ഈ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ്, അതായത് ഇന്റഗ്രേറ്റഡ് വെൽനസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അതുപോലെ തന്നെ
നമ്മുടെ യൂണിവേഴ്സൽ ബാങ്ക്, ഈ 2 ഗ്രൂപ്പുമാണ് നമ്മൾ 4 മാസം പോകുന്ന ഗ്രൂപ്പ്. പക്ഷെ ക്ലാസ് എടുക്കുന്ന ഗ്രൂപ്പ് 1 മാസത്തിൽ കഴിയും. ഇത് പ്രാക്ടീസ് നമ്മൾ 4 മാസം വരെ പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് മേഖലകൾ ഇതിനകത്ത് അറ്റൻഡ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമാണ്. ആദ്യത്തെ മനസ്സിലായല്ലോ. നമ്മൾ ഫ്രഷ് ആവുക. ഇത് നാളെ ചെയ്യണം. നമ്മൾ എന്താഗ്രഹിച്ചാൽ ഇത് ആ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് വേണ്ടി തയ്യാറെടുത്ത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അറിയാതെ കൂടി ഇഷ്ടപ്പെട്ട് തുടങ്ങും. ക്ലാസ് ഇപ്പൊ ഞാനിപ്പോ 2024 കോഴ്സ് ബ്ലോക്ക് ചെയ്ത് വെച്ചതാ. എന്നിട്ട് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ഇറങ്ങി വരാനുണ്ടായിരുന്നു. അപ്പൊ വന്നിട്ട് അത് നമ്മൾ ആ വഴിയെ കൊണ്ടുപോയി കണക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്. നമ്മൾ അങ്ങനെ പോയാലും ഈ വഴി പോയാലും സമയമായി സ്റ്റാർട്ട് ചെയ്താലോ പിന്നീട് ആവട്ടെ എന്ന് ഒരിക്കൽ ചിന്തിച്ചാൽ രണ്ടാമത് ചിന്തിക്കാൻ സമ്മതിക്കും. തിരിച്ചെടുത്ത് ഇനി പിന്നീട് പോയാൽ നടക്കില്ല. നമ്മൾ മടിയാണ്. ഇനിയിപ്പോ 2 മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അപ്പൊ നമ്മളെ ബ്രെയിൻ പറ്റൂല, സബ് കോൺഷ്യസ് മൈൻഡ് പറയും അത് പറ്റൂല. തുടങ്ങാനുള്ള സമയമാണ് എന്ന് നമ്മളോട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുമെന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. അപ്പൊ ഇത് വളരെ രണ്ട് കാര്യം പറഞ്ഞു. മൂന്നാമത്തെ ഒരു കാര്യം പറയാം. അപ്പൊ അടുത്ത ആഴ്ചയ്ക്ക് ഞാൻ ഇതിന്റെ ഇടയ്ക്കുള്ള അടുത്ത കാര്യങ്ങൾ പറയുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് ഈ ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തതിനു ശേഷമുള്ളത് കണ്ണ് അടയ്ക്കണം. അതായത് കണ്ണ് ബ്ലിങ്ക് ചെയ്യാന്ന്. ഇങ്ങനെ എന്റെ കണ്ണ് കാണാൻ പോകുന്നു. എന്റെ കണ്ണ് കുടിയിലാണ്. ഇങ്ങനെ കണ്ണിങ്ങനെ മാക്സിമം എന്ത് ചെയ്യുക, ഈ ശ്വസനം കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് കണ്ണിങ്ങനെ ചിമ്പുക. ഇപ്പോഴേ ചിമ്മി നോക്കൂ. ഈ പറയുമ്പോഴത്തേക്ക് അത് അപ്പോഴും തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് എന്താണ് ഉപബോധ ശരീര നിയന്ത്രണ തലത്തിൽ തലമെന്നുള്ള തലമുണ്ട് നമ്മുടെ ബ്രെയിനിൽ. ശരീര നിയന്ത്രണം ഫീലിംഗ് അതിങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ ബ്രെയിനുമായിട്ട് ഏറ്റവും കൂടുതൽ ബ്രെയിനെ റീഫ്രഷ് ചെയ്യണം. ബ്രെയിൻ്റെ അകത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റും. അതിങ്ങനെ നമ്മൾ മാക്സിമം കണ്ണ് തുറക്കാൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാം. നമുക്കൊരു 2 മിനിറ്റ് അത്രയും ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്നിട്ട് പല മെത്തേഡ് ഇറുക്കി നോക്കാം. തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ തലച്ചോറിനകത്തേക്ക് ബ്ലഡ് സർക്കുലേഷന്റെ കൃത്യമായ ഒരു തോത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇടയ്ക്ക് ജസ്റ്റ് ആ കണ്ണ് അടച്ചിട്ട് സ്പീഡിന് ബ്ലിങ്ക് ചെയ്തതിനു ശേഷം പതിയെ കണ്ണടച്ച് എത്രമാത്രം അടയ്ക്കാൻ പറ്റുമോ അത്രമാത്രം ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒന്ന് ടൈറ്റ് കൊടുക്കാം. എന്നിട്ട് റിലാക്സ് ചെയ്ത് പതിയെ ഓക്കെ പതിയെ എന്ത് ചെയ്യാം കേട്ടോ. പതിയെ ആ കണ്ണ് തുറന്ന് മാക്സിമം എത്ര തുറക്കാൻ കഴിയോ അത്രയും തുറക്കുമ്പോൾ നമ്മുടെ കൈ ഇതൊക്കെ ഒന്ന് വികസിപ്പിച്ചു കൊടുക്കണം. ബോഡി മൊത്തത്തിൽ നിൽക്കല്ലേ. എന്നിട്ട് ഒന്ന് എത്രമാത്രം തുറക്കാൻ പറ്റും എത്രമാത്രം തുറക്കുക. പതിയെ കൈകളെല്ലാം റിലാക്സ് ചെയ്യുക. സാവധാന അവസ്ഥയിൽ വരിക. വീണ്ടും പതിയെ അടയ്ക്കുക. കൂടുതൽ ടൈറ്റ് ചെയ്യുക. എത്രമാത്രം അടയ്ക്കാൻ പറ്റും അത്രമാത്രം. വീണ്ടും പതിയെ ഇത് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ചെയ്യൂ. ഓക്കെ ഇപ്പൊ ആരായിരുന്നു ഞാൻ പേര് ശ്രദ്ധിച്ചില്ല. സാറേ ഞാൻ സോറി, ഞാനേ ഇവിടെ ഇച്ചിരി വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്ക് ലേറ്റ് ആയി പോയി. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഓക്കെ സാർ. മാക്സിമം വരാൻ പറ്റുന്ന വന്നാൽ അത്രയും നല്ലത്. ഒരു പക്ഷേ വരാൻ പറ്റാതിരിക്കും, നമ്മള് സാഹചര്യം കൊണ്ടാണല്ലോ. അതെ ഇപ്പൊ കാനഡയിലുള്ള പുള്ളി പുള്ളി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നത് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് റെക്കോർഡ് മതി, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് പുള്ളി പറഞ്ഞു. അപ്പോ നമ്മളിപ്പോ ഇതിപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടൈം ടേബിൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇന്റഗ്രേറ്റഡ് വെൽനസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോ പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ ബ്രെയിനും അതുപോലെ തന്നെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് മെഡിറ്റേഷനും അത്തരം കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. ഓക്കെ, ഞാനിപ്പോ വന്ന പറഞ്ഞാണേ. അപ്പോ കണക്ട് ആയോ? മനസ്സിലായല്ലോ? ഓക്കെ, ഇത് ചെയ്യുമ്പോൾ തന്നെ കേട്ടില്ല ബാബു സാർ പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ട്. അതാ പറഞ്ഞേ, മനസ്സിലാവുന്നുണ്ട്. രാജേഷ് സാർ ഓക്കെ. നമ്മുടെ അനു മേഡം ഓക്കേടാ? മനസ്സിലായോ? മഞ്ജുഷ ടീച്ചർ ഓഫ് ആയി കാണും. ഉണ്ടോ? നന്നായിട്ട് മനസ്സിലായി. ഓക്കെ. നമ്മളെ കുഞ്ഞുമോൻ മാഷ് ഹലോ കുഞ്ഞുമോൻ. രാജൻ മാഷേ. ഞാനുണ്ട് സാറേ, ഞാനുണ്ട്. ഓ ശരി. ഓക്കെ, നേരത്തെ ചെറിയ പരിചയം ഉണ്ടല്ലോ. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാ. ശരി. എന്നാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിന് തുടരണം കേട്ടോ. അപ്പൊ ബാക്കി 2 ആഴ്ച ചെയ്തതിൽ എനിക്ക് എന്റെ മൂക്കിനകത്ത് ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? അതൊക്കെ ഒരുവിധം മാറി. മൂക്കിനകത്ത് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നില്ല, ഞാൻ ഓർക്കുന്നില്ല. ദശ വളരുന്നു പറഞ്ഞില്ലായിരുന്നു? അതൊക്കെ ഇപ്പൊ ഒരുവിധമൊക്കെ മാറി സാറേ. ഓ ശരി. മാറും. നമ്മളെ അടുത്ത വാർത്ത പ്രാക്ടീസിന്റെ ഇതാണ്. കേട്ടില്ല. നല്ലതാണെന്ന്. ഓക്കെ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു സാറേ. മനസ്സിലാക്കിയ വേണ്ടിയാണ്. അപ്പൊ ഇപ്പൊ നമ്മള് വന്ന പേരെന്താന്ന് ഞാൻ വിട്ടുപോയി. നമ്മൾ ഇനി ഒരു 2-3 ആഴ്ചകളൊക്കെ ആകുമ്പോഴത്തേക്ക് ഷഫീഖ് അല്ലേ? അതെ, ഷഫീഖ്. ഓക്കെ. നമ്മളിത് ഞാൻ എന്റെ വീഡിയോ ഇടുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ഷഫീഖ് ഭായിക്ക് വേണ്ടി ഒന്ന് പറയട്ടെ. ബാക്കിയുള്ള എടുത്താണ്. ഓക്കെ. അപ്പൊ അതായത് ഇതിനകത്ത് ഒന്ന് ക്യാമറ ഓഫ് ചെയ്യാം, ഫേസ് ഒന്ന് കാണാൻ വേണ്ടി. ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്ന അടുത്താണോ നിൽക്കുന്നത്? ഓക്കെ. ഓഫ് ചെയ്തോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ അതായത് നമ്മൾ രാവിലെ എത്ര മണിക്കാണ് അവിടെ? മൈക്ക് മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യോ? ഇവിടുത്തെ ഒരു 7 മണിക്കാണ്. അപ്പൊ നാട്ടിലുള്ള ഒരു 5:30. അതെ, നാട്ടിലുള്ള അവിടെ 7 മണിക്കാണ് ഇവിടെ 7 മണിക്കാ. അതെ. നാട്ടിൽ 5:30 മണിയായിരിക്കും. 1.5 മണിക്കൂറല്ലേ ഡിഫറൻസ്? 1.5 മണിക്കൂർ. അല്ല, ഇപ്പൊ എന്റെ 7:30 ആണ്. 1.5 മണിക്കൂർ നാട്ടിൽ കൂടുതലാണ്. അപ്പൊ ഇവിടെ 8:30 അതെ, ഇപ്പൊ 7:30 മണിക്ക് അവിടെ 9 മണിയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. 5:30 ഞാൻ പറഞ്ഞത്. സോറി, നാട്ടിൽ 8:30 മണിയായി. 1.5 മണിക്കൂർ കൂടുതലല്ലേ? അതെ. അത് 1.5 മണിക്കൂർ കുറച്ചാ പറഞ്ഞത്. അപ്പൊ ലോജിക്ക് അങ്ങോട്ട് ശരിയായില്ല. അതാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. ഓക്കെ. അവിടത്തെ കറക്റ്റ് 7 മണിക്ക് അല്ലേ? അത് എത്ര മണിക്കായാലും നമ്മൾ ഉണർന്നു കഴിഞ്ഞാല് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്റഗ്രേറ്റഡ് വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പാണ്. കൂടുതൽ എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഓക്കെ. അതായത് രാവിലെ ഉണർന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക, കുളിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കുളിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഒരു 5 മിനിറ്റ്
നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൂടുതൽ പൊടി പടലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണോ? മണൽ പൊടി കാര്യങ്ങൾ അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ്? ഇല്ല ഞാന് ഓഫീസ് വർക്കാണ്. ഇല്ല ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ റൂമിനകത്ത് ചെയ്യാവുന്നതാണ്. ഫ്രഷ് ആയിട്ട് റൂമിനകത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ചെയ്യാം. ചിലപ്പോ ഈ മണൽ പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് ചെയ്താലും പ്രശ്നമാണല്ലോ. നമ്മൾ അങ്ങനെ ദീർഘമായിട്ടൊക്കെ ശ്വാസം എടുക്കുന്നു. ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് രാവിലെ എണീറ്റ് നിന്നിട്ട് ഫ്രഷായി നിന്നതിന് ശേഷം കിഴക്കോട്ട് നോക്കിയിരിക്കുക. കിഴക്കോട്ട് നോക്കി നിൽക്കുന്നത് ഏത് ദിശയോടെ നോക്കിയിരിക്കുക. നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് ദിശയൊന്നും അറിയത്തില്ല. എന്നാലും സൂര്യൻ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് കിഴക്കോട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ കിഴക്കോട്ടിനെ നോക്കി നിൽക്കുന്നത് പ്രത്യേക ശക്തിയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു കീഴ്വഴക്ക സമ്പ്രദായം കൊണ്ടൊന്നല്ല. കിഴക്കാകുമ്പോഴത്തേക്ക് സൂര്യപ്രകാശം ഇങ്ങനെ കിഴക്കെന്ന് വരുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് വിറ്റാമിൻ ഡിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് എനർജി ഇങ്ങോട്ട് വരുന്നതുകൊണ്ടൊക്കെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് നല്ലത്. അല്ലാതെ വേറെ രക്ഷിക്കാനോ ഇതിനകത്ത് ആരുമില്ല കേട്ടോ. അപ്പൊ ഇത് നമ്മൾ മേലോട്ട് കൈ ഉയർത്തിയിട്ട് നമ്മളെ കൈ മേലോട്ട് ഉയർത്തുമ്പോ നമ്മളുടെ കാലിന്റെ ഉപ്പൂറ്റി എന്ത് ചെയ്യാം? ഇങ്ങനെ ഉയരണം. വിരലിൽ നിൽക്കുക. ഇതിങ്ങനെ ഇവിടെ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ശബ്ദമാണ്. ഹൂ എന്നുള്ളൊരു ശബ്ദം. അതെ ഹൂ 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 ചേർത്താണ്. ഹൂ 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 ഹൂ. ഇതാണ് ഞാൻ വീഡിയോ എഴുതുന്നുണ്ട്. ഓക്കെ. ഇത് നമ്മള് മാക്സിമം നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കാൻ വേണ്ടി പ്രത്യേകം ബോധലാവണ്ട, ശ്രദ്ധിക്കണം. ആവശ്യത്തിന് എടുത്തോളും. പക്ഷെ നമ്മൾ പുറത്തേക്ക് തള്ളുന്ന നെഗറ്റീവ് എനർജി ഔട്ട് ചെയ്യലാണ്. അപ്പൊ മാക്സിമം പുറത്തേക്ക് വിടുന്ന കാര്യത്തിൽ മാത്രം നമ്മള് ഈ ഹൂ എന്ന് പറയുമ്പോൾ ശബ്ദം ഹൂ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം. തൊണ്ട മാത്രം ഹൂ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അതാണ് ആ ശബ്ദം സെലക്ട് ചെയ്യുന്നത്. മനസ്സിലല്ലേ? ഹൂ ഹൂ. അപ്പൊ വയറ് ഇവിടെ നിന്നുള്ള ആയിരിക്കും പോകുന്നു. തൊണ്ടയിൽ മാത്രം ശബ്ദം വെക്കാൻ പറ്റത്തില്ല. ഈ ഇവിടെ തന്നെയാണുള്ള നമ്മളെ ഉള്ളിലുള്ള ദഹിക്കാതെ കിടക്കുന്ന പല വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പോവും. അതിനോടൊപ്പം നമ്മുടെ എല്ലാ കോശങ്ങൾക്കും വായുണ്ട്. അതുകൊണ്ട് അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ നിന്ന് കോശത്തിന് എന്തുണ്ട്? ഭക്ഷണത്തിന് അരിയാതെ മറ്റു ആഹാരത്തിന് ഇൻസുലിൻ വേണം. ആ ഇൻസുലിൻ എന്ത് ചെയ്യും? കോശങ്ങളുടെ ആവശ്യം കോശങ്ങളെ പിടിച്ചു നിർത്താൻ എന്ത് വേണം? ഇൻസുലിൻ വേണം. അപ്പൊ ഈ ഇൻസുലിൻ ഈ നമ്മുടെ കോശങ്ങൾക്ക് വാ തുറന്ന് ആഹാരം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഷുഗർ കൂടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെയാണ് ഇൻസുലിൻ നമ്മുടെ കോശങ്ങൾ എടുക്കുന്നത്. അപ്പൊ ആഹാരം എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഷുഗർ കണ്ടന്റ് കൂടി വരുന്ന, അതായത് കിഡ്നി അടക്കമുള്ളത് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കോശങ്ങളുടെ അതായത് നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് ഇൻസുലിൻ എടുക്കാൻ പറ്റാതെ വരികയും നമ്മൾ പ്രത്യേകിച്ച് ഇൻസുലിനൊക്കെ ഇഞ്ചക്ഷൻ അടിക്കില്ല, അല്ലെങ്കിൽ അറിയാലോ. ഞാനിത് പറഞ്ഞത് ആ വാ ഉള്ളത് തന്നെ എന്തുണ്ട് അതിന്റെ വേസ്റ്റ് പുറത്തേക്ക് കളയാനുള്ള മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ഭാഗവും എല്ലാ കോശങ്ങൾക്കും ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇത് ക്ലോക്കില് 5 മിനിറ്റ് പിടിച്ചു വയ്ക്കാം. 5 മിനിറ്റ് പിടിച്ചു വെച്ചിട്ട് ആണ് ഇത് ചെയ്യാം. രണ്ടാമത്തെ നമ്മുടെ കാലിന്റെ മുട്ടിന് താഴെയുള്ള ആ മസിലിന് അവിടെയാണ് നമ്മളെ സെക്കൻഡ് ഹാഫ് നിൽക്കുന്നത്. അപ്പൊ അവിടെയും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ. ഈ 5 മിനിറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ പറഞ്ഞ ഇത് നമ്മള് ഔട്ട് ചെയ്ത് കളയുന്നതിലൂടെ നമ്മുടെ ശരീരം അല്പമെങ്കിലും ഒന്ന് വിയർക്കുന്നതിലൂടെ ഈ കോശങ്ങളുടെ വേസ്റ്റ് എന്ത് ചെയ്യുന്നത് പുറത്തു പോകും. രാവിലെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് രാവിലെ ഉപയോഗം വരുന്നത് രാവിലെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളുടെ വേസ്റ്റാണ് ഈ വിയർപ്പിലൂടെ പുറത്തു പോകും.
പിന്നീട് നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് പണി ചെയ്ത് ബ്രെയിൻ അല്ല മസിൽ കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഉണ്ടാവുന്ന നമ്മളെ വിയർപ്പ് എന്ന് പറയുന്നത് നമ്മളെ രക്തവും. രാവിലെ നമ്മള് അതെടുത്ത് പ്രാക്ടീസ് ചെയ്ത് കളയുന്നുള്ളത് സത്യത്തിൽ വേസ്റ്റ് ആണ്. അപ്പൊ ഇത് ആണ് ഈ 5 മിനിറ്റ് ചെയ്യണം. ഇത് നിർബന്ധമാണ്. നിങ്ങൾക്ക് 3-ാം നാൾ റിസൾട്ട് കിട്ടും. ഇത് ഉപ്പിന്റെയും പഞ്ചസാരയുടെയും രുചിയെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത് രുചിച്ചു നോക്കി അറിയാം. അതേ പ്രോസസ് തന്നെയാണ് നിങ്ങൾക്ക് 3-ാം നാൾ തൊട്ട് റിസൾട്ട് കിട്ടും. ഇത് അതനുസരിച്ച് നമ്മുടെ ബ്രെയിന് തെളിയുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു തീരുമാനം എടുത്താലും അതിനൊപ്പം നമ്മുടെ ബോഡിയും തയ്യാറാവും, നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉള്ളുണ്ടാവും. നമ്മൾ ഏതൊരു തീരുമാനം എടുത്താലും പലപ്പോഴും നമ്മള് സമയമാകുമ്പോൾ അടിച്ചു മാറാറില്ല. രാത്രി ഒരു തീരുമാനം എടുക്കുന്നു, നേരം വെളുക്കുമ്പോഴത്തേക്ക് ആ തീരുമാനം എടുത്ത ആൾ എങ്ങോട്ടാ പോയി, ആ ആൾ പെട്ടെന്ന് പോയി വിളിച്ചു, ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? ഇത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ബ്രെയിനില് ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഈ 5 മിനിറ്റ് കഴിഞ്ഞാൽ 1 മിനിറ്റ് നമ്മൾ ക്ലോക്കിൽ അലാറം ചെയ്യണം നല്ലത്. ആ 1 മിനിറ്റ് ആവുമ്പോ എന്ത് ചെയ്യും? അല്ല 5 മിനിറ്റ് അലാറം കാറ്റ് കഴിഞ്ഞാൽ 1 മിനിറ്റ് സ്റ്റില്ലായി മാക്സിമം ശരീരം തണുക്കാതെ അത്രയും ഹൈ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ ബോഡി മൊത്തം ചലിച്ചുകൊണ്ടിരുന്ന നമ്മളെ ചക്ക എന്നിട്ട് നമ്മളെ ബോഡിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മൾ അത്ര നേരം ഉണ്ടായിരുന്ന കിടപ്പിൽ നിന്ന് ചേഞ്ചായി നമ്മുടെ ബോഡി ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വിയർത്തുകൊണ്ടിരുന്ന ആ വിയർപ്പ് ഇങ്ങനെ തിരിച്ച് ബോഡിയിലേക്ക് പിടിക്കുന്നോ, ഒഴുകി പോകുന്നോ, ഈ 1 മിനിറ്റ് പക്കാ മെഡിറ്റേഷൻ കിട്ടുന്നു. എത്ര ഇത് കിട്ടാൻ അധ്വാനിക്കുന്നവനാണല്ലോ വിശ്രമം ആവശ്യം. സത്യത്തിൽ മെഡിറ്റേഷൻ ഒരു വിശ്രമം. ഈ 5 മിനിറ്റ് അധ്വാനിച്ചിട്ടുണ്ടല്ലോ, കറക്റ്റ് ആ 1 മിനിറ്റ് കൃത്യമായ ഒരു മെഡിറ്റേഷൻ കിട്ടും. അല്ലാതെ ഒരു പണി ചെയ്യാൻ അവസരമാക്കിയിരിക്കുന്ന ആളിന് പിന്നെ ഒരു മെഡിറ്റേഷൻ ചെയ്ത് വിശ്രമത്തിന്റെ ആവശ്യമില്ല. ഇത് നമുക്കിത് പ്രാക്ടീസ് ബോഡി അത്രയും റിസൾട്ട് കിട്ടും. നിങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക. ആ 1 മിനിറ്റ് കഴിഞ്ഞാൽ ആ 1 മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം 1 മിനിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 21 തവണ ദീർഘശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന പ്രോസസ്. ദീർഘശ്വാസം അതായത് ദീർഘമായിട്ട് നമ്മൾ മാക്സിമം എത്ര കിട്ടുന്ന അത്ര എടുക്കുക. തിരിച്ചു വിടുന്നത് വാ കൊണ്ടാണ്. നാക്ക് വെച്ച് ചേർത്ത് നമ്മള് ഒരാളെ വിളിക്കണം. ശബ്ദം കേൾക്കുന്നുണ്ടോ? അതേപോലെ ഞാനിപ്പോ കുറച്ച് എക്സ്ട്രാ തള്ളിവിടെയാണ് കേൾക്കാൻ വേണ്ടി. അങ്ങനെ തള്ളിവിടെയല്ല ചെയ്യുന്നത്. ആ ശബ്ദം ചെറുതായിട്ട് കേട്ടാൽ മതി. അപ്പൊ ഒരുപാട് നേരം വിടാൻ പറ്റും. ആ എടുത്ത ശ്വാസത്തെ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. ഇത്ര എടുത്തോളൂ എന്ന് വിചാരിക്കാം. ഒരു മിനിറ്റ് ആണോ സാർ അത് ചെയ്യേണ്ടത്? അത് എത്രമാത്രം വിടാൻ പറ്റും അത്രമാത്രം വിടുക. ഓക്കെ. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പൊ ഇത് കഴിഞ്ഞ് നിങ്ങൾ ആ 1 നിമിഷം നിങ്ങൾക്ക് ജോലി അതിലൂടെ യാത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിലോ മറ്റ് സിറ്റുവേഷനിലൊക്കെ സാധനം ചെയ്ത് പോകുന്നേ ഉള്ളൂ. 21 തവണ നമ്മൾ ചെയ്യണം. അത് ഇനി അടുത്ത ഇന്റഗ്രേറ്റ് വരുന്നതിന്റെ അടുത്ത തിങ്കളാഴ്ച വരുമ്പോഴത്തേക്ക് ഇതിന്റെ എണ്ണം കുറച്ചിട്ട് അടുത്ത വേറെ ഐറ്റമിനകത്ത് കയറും. ഇതിനിടയ്ക്ക് ഇല്ലാക്കും. മനസ്സിലായില്ലേ? ഇതിപ്പോ തുടക്കം എന്നുള്ളതാണ് ഈ 21 പറയുന്നത്. അടുത്ത വേറെ പ്രത്യേകതകളുണ്ട്. ഇത് 21 ആണ്. ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് 5 ചെയ്ത് അങ്ങനെ അതിനകത്ത് ഗ്യാപ്പില്ല. പക്ഷെ 21 കുറഞ്ഞത് ചെയ്യണം. നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്ഷൻ ആകുമ്പോഴാണ്. അപ്പൊ ഇത്രയാണ് നമ്മള് ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞത്. അപ്പൊ 10 മിനിറ്റ് അധികമായി റെക്കോർഡ് ചെയ്യാൻ മറ്റുള്ളവർക്ക് കേൾക്കാം. 10 അപ്പൊ
നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു കാര്യം കൂടെ ഉണ്ടേ. ഷെഫീഖ് ഭായ് ഒരു കാര്യം ഉണ്ടേ. ഈ ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം അല്ലെങ്കിൽ നമ്മളെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ബെൽറ്റുണ്ട്, അതും കൂടെ ചെയ്തു പോകണം. കാരണം ഇങ്ങനെ മാക്സിമം തലച്ചോറ് അനങ്ങും, തലച്ചോറ് റീഫ്രഷ് ആവും. ഇങ്ങനെ നിൽക്കുക, അതാണ് ഭായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ കണ്ണടയ്ക്കുക, എന്നിട്ട് പിന്നെ പതിയെ ടൈം എടുത്ത് അടച്ച് മാക്സിമം ടൈറ്റ് ചെയ്യുക. കയ്യും കൂടെ അപ്പൊ ടൈറ്റ് കൊടുത്താൽ എന്നിട്ട് പതിയെ വിടുക, തുറക്കുക. അപ്പൊ കൈ നമ്മൾ ഇങ്ങനെ വെച്ചോളാം. ഞാൻ കൈ ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള വെച്ചേക്കാം. തുറക്കുമ്പോഴും കൈ ഈ ഒരു ഇതിൽ മാക്സിമം മുഖം എത്രമാത്രം തുറന്ന് ഇവിടെ ബോഡിയിലൊക്കെ മുഖത്തൊക്കെ ബ്രെയിൻ അടക്കമുള്ളതൊന്ന് നമുക്ക് റിലാക്സ് ചെയ്യാം. ഇതൊരു 3 തവണ ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് മാറും. ഓക്കെ. അപ്പൊ ഇത് കഴിയുക. അവസാനം ഒന്ന് പറയാനുള്ളതാണ്. അതിന്റെ അടുത്ത തവണ നമ്മൾ കൂടുതൽ ആവർത്തിക്കും. കിടന്നുറങ്ങുന്നതിന് മുന്നില് ഒരു കൃതജ്ഞതാ മനോഭാവം എന്ന നിലയ്ക്ക് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും, എല്ലാ സന്തോഷപരമായ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രപഞ്ചത്തിനോടും പ്രകൃതിയോടും ഇനി നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങളുണ്ടെങ്കിൽ അവരോടാവാം, അച്ഛനോടും അമ്മയോടും ആവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടാവാം. അങ്ങനെ കോമൺ ആയിട്ട് അതിനുവേണ്ടി ഒരു മണിക്കൂർ ആലോചിച്ച സമയം ടോട്ടലി മൊത്തത്തിലൊരു ഈ കൃതജ്ഞതാ മനോഭാവം ജസ്റ്റ് ഒന്നൊരു നന്ദി പറഞ്ഞിട്ട് കിടക്കുക. അതെല്ലാ ദിവസവും ഇതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വഴിയെ കാണാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. Okay, sir. Thank you very much. Okay, thank you. Sir, excellent class. Thank you, sir. Okay, thank you. സുഭാഷ് സർ. Okay. താങ്ക് യു സർ. Okay, thank you. വണക്കം. വണക്കം. താങ്ക് യു. Okay, thank you. ഞാൻ പറഞ്ഞ് യഥാർത്ഥത്തിൽ ഞാൻ ഒരാഴ്ച ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മാറ്റം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ പിന്നീട് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനത് അറിഞ്ഞില്ല. അതുപോലെ ഞാനത് അന്ന് മറക്കുകയും ചെയ്തു. അത് പല കാര്യങ്ങൾക്കകത്തായത് ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മളത് അല്ലാതെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞില്ല, പേഴ്സണലി പറഞ്ഞു പോയത് ശ്രദ്ധിച്ചില്ല. പിന്നെ തുടർന്ന് അത് ചെയ്യാനുള്ള സാഹചര്യം പണിക്കൊക്കെ പോകുന്നുണ്ടേ. പണിക്കൊക്കെ പോണെങ്കിൽ അത് ചെയ്യണം. നിങ്ങളുടെ പരിമിതികൾ പറഞ്ഞ് എന്നെ കൂടെ തളർത്തരുത്. നിങ്ങൾ സമയം കണ്ടെത്തണം. അല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഇത് പറ്റില്ല സാറേ എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ സ്റ്റെപ്പ് അങ്ങ് നിർത്താം. ആ ഓരോരോ സ്റ്റെപ്പ് ഞാൻ കുറച്ചോണ്ടിരിക്കും. അത് പാടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് പണിക്ക് പോയിട്ട് വന്നിട്ട് ഒരുപാട് താമസിച്ചിട്ട് പോകുന്നുണ്ട്. അത് രാവിലെ എണീക്കാൻ താമസിക്കുന്നു. അല്ല, ചില ദിവസങ്ങൾ അങ്ങനെ വരും. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ അങ്ങനെയാണെന്ന് സംഭവിച്ചാൽ മതി. നമുക്ക് കിട്ടും, വീണ്ടും സമയം കിട്ടും. മാക്സിമം ഒത്തിരി അങ്ങനെ ചെയ്യാം. 5 മിനിറ്റ് എന്നുള്ളത് ഒരു മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ അത് നമ്മൾ ആ ശീലത്തിൽ നിന്ന് പോകില്ല. ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ ശരി. ഓക്കെ, വണക്കം.